മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന്. നാഭിപ്രിയായാമധ മേരുദേവ്യാം ത്വമംശതോ ഭൂഋഷഭാദി അഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിദാശേഷ ജനപ്രമോദഃ. പിന്നീട് നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ നിന്തിരുവടി തന്നെ ഋഷഭൻ എന്ന പേരോടുകൂടി അലോകസാധാരണമായ ഗുണപ്രഭാവങ്ങളാൽ അഖില ജനങ്ങളെയും സന്തോഷിപ്പിക്കുന്നവനായി ജനിച്ചു. താൻ തന്നെ പുത്രനായി ജനിക്കാമെന്ന് വരം കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് മേരുദേവിയുടെ പുത്രനായി അദ്ദേഹം ഋഷഭൻ എന്ന പേരോടുകൂടിയാണ് ജനിച്ചത്. ഋഷഭ ശബ്ദത്തിന് ശ്രേഷ്ഠൻ എന്ന അർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥം അന്വർത്ഥമാക്കത്തക്കവണ്ണം ഭഗവാന്റെ അംശാവതാരമായ ഋഷഭൻ മറ്റുള്ളവരിൽ കാണാത്ത എല്ലാ ഗുണങ്ങളും ചേർന്ന ആളായിരുന്നു. ആ ഗുണപ്രഭാവങ്ങൾ അശേഷ ജനങ്ങൾക്കും സന്തോഷമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു. അങ്ങനെ ഋഷഭദേവൻ അവതരിച്ചു. നാഭിപ്രിയായാമധ മേരുദേവ്യാം ത്വമംശതോ ഭൂഋഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിദാശേഷ ജനപ്രമോദഃ.